ലൈംഗിക പീഡന പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം 30-ാം ദിവസത്തിലേക്ക്. കഴിഞ്ഞ മാസം 23-നാണ് ഗുസ്തി താരങ്ങൾ സമരം പുനരാരംഭിച്ചത്. ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന 28-ന് വനിതകളുടെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാനാണ് തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരിത കരുണാകരൻ ചേരുന്നു. ഹരിത, സമരം 30-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രിജ്ഭൂഷണെതിരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 28-ന് വനിതകളുടെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാനാണ് തീരുമാനം. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആദ്യം തന്നെ പറയേണ്ട കാര്യം, ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള ഈ ഒരു പോരാട്ട സമരത്തിൽ ഇതുവരെ ഗുസ്തി താരങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. ലൈംഗിക പീഡന പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തുന്ന ഈ ഒരു പ്രതിഷേധം ഇന്ന് 30 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ മാസം 23-നാണ് ഗുസ്തി താരങ്ങൾ സമരം പുനരാരംഭിച്ചത്. ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന 28-ന് വനിതകളുടെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് വനിതകളുടെ ഇത്തരത്തിലുള്ള ഈ സ്പോർട്സ് താരങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം പുതിയ പാർലമെന്റ് വളപ്പിൽ മഹാപഞ്ചായത്ത് നടത്തുമെന്നാണ് ഈ സ്പോർട്സ് താരങ്ങളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതേസമയം കർഷക സംഘടനകളും ഇവർക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഈ ഒരു കേസിൽ, പീഡന പരാതിയുടെ ലൈംഗികാരോപണ കേസിൽ ബ്രിജ്ഭൂഷൺ സിംഗ് നുണ പരിശോധനയ്ക്ക് ഹാജരാകാമെന്ന് ഒരു ട്വീറ്റ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അതേസമയം താൻ നുണ പരിശോധനയ്ക്ക് വിധേയനാകണമെങ്കിൽ ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക് എന്നിവരുൾപ്പെടെയുള്ളവരും നുണ പരിശോധനയ്ക്ക് ഹാജരാകണമെന്ന് ബ്രിജ്ഭൂഷൺ സിംഗ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 23-നാണ് ജന്തർ മന്ദറിൽ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഗുസ്തി താരങ്ങൾ ഈ ഒരു സമരം പുനരാരംഭിച്ചത്. അതിനുശേഷവും ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിന് ന്യായമായിട്ടുള്ള യാതൊരു നടപടിയും ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നീതി ലഭിക്കുന്ന രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു ഗുസ്തി താരങ്ങൾ ഈ പ്രതിഷേധം നടത്തി വന്നിട്ടും FIR സുപ്രീം കോടതിയിൽ കേസുകൾ പരിഗണിക്കപ്പെട്ടു. എങ്കിലും FIR രജിസ്റ്റർ ചെയ്തു എന്നതല്ലാതെ കൂടുതൽ കാര്യങ്ങൾക്ക് അവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ബ്രിജ്ഭൂഷന്റെ അറസ്റ്റ് സംബന്ധിച്ച് ഇവർ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും ഇതുവരെ ഈ ഗുസ്തി താരങ്ങൾക്ക് ഈ ഒരു കേസിൽ നടപടിയോ നീതിയോ ലഭിക്കുന്നില്ല എന്നത് ഏറ്റവും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ പ്രതിഷേധം ഘടിപ്പിച്ചിട്ടും നീതി എന്നൊരു കാര്യം ഗുസ്തി താരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആതിര. ശരി ഹരിത, ലൈംഗിക പീഡന പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം 30-ാം ദിവസത്തിലേക്ക്. കഴിഞ്ഞ മാസം 23-നാണ് ഗുസ്തി താരങ്ങൾ സമരം പുനരാരംഭിച്ചത്. ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന 28-ന് വനിതകളുടെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാനാണ് തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരിത കരുണാകരൻ.